ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സമയം ഒരു ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്നുണ്ട്? ഞങ്ങളൊരു ഡാം കാണാൻ പോകുന്നത്. കുറേ ദിവസമായി പോകണം വിചാരിക്കുന്നത്. ഇത് എവിടെ എത്തിയപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയായിരുന്നു. ഈ ഒരു സന്ധ്യ സമയമായതുകൊണ്ട് ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കൽ വന്നിട്ടുണ്ട് പറഞ്ഞാൽ പഴനിക്ക് നടന്നു പോകുമ്പോൾ ആ വഴി കൂടെ പോയിരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഡാമിൻ്റെ അവിടെയൊക്കെ എത്താറാവുകയാണ് ഗായ്സ്. അല്ലേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ സൗണ്ട്? അങ്ങനെ ഇവിടുത്തെ ഡാമിലോട്ട് വന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങണമെന്നാണ് അറിയാത്തത്. ഇവിടെ കണ്ടോ കാറ്റടിയൊക്കെ. ഇറങ്ങടോ. ആ, ഇറങ്ങാം. ഇത് എത്ര ഡേഞ്ചറായ സ്ഥലമാണെന്ന് നോക്കൂ ഗായ്സ്. നോക്കിപ്പോകൂട്ടോ. ആണോ? വീണ അവിടെ എന്നാ ഞാനെങ്ങനെ കയറി വരും? അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പും ഇല്ല, കൈ പിടിച്ചിട്ട് കയറണം. ഇപ്പോൾ ഫോണും എല്ലാം ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കയറി. അവിടെ 4 ഹോളുണ്ട്. ഇതിൽ കൂടെ വേണം അങ്ങോട്ട് താഴെ ഇറങ്ങാൻ. കാണുമ്പോൾ എന്നിട്ട് അവിടെ നടന്നു പോകുമോ? എന്നിട്ട് ഇറങ്ങാൻ ഇല്ലെങ്കിൽ അതിൽ കൂടെ വരാട്ടാ. നടക്കാൻ പറ്റുണ്ടോ? അപ്പോ ഇവിടെ എന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഒരു ആന പോണ എന്താണ് ആഴുണ്ടെന്ന് പറയുന്ന അബദ്ധവശാൽ മാത്രം ഞാൻ അങ്ങോട്ട് വീഴാല്. അതെ, കേൾക്കില്ല. ഇവിടുന്ന് ഈ ഒരു ഇടുക്ക് വഴി അതിൽ കൂടെ പോണ അങ്ങനെ തന്നെ ഒരു 3-4 ഉണ്ട് അങ്ങോട്ട് കടക്കാൻ. അതുകൊണ്ട് തിരിച്ചു പോയിട്ട് അതാ പുഴ പോണ കണ്ടോ, അതിൽ കൂടെ വരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്നെ കൊണ്ട് കടക്കാൻ പറ്റുന്ന അറിയില്ല. ഇവിടെ നിന്ന് അത്ര വഴുക്കലുണ്ട്. പിന്നെ തെന്നി വീണിട്ടുണ്ട് വെച്ചാൽ നേരെ തലയടിച്ച് അവിടെ പോയിട്ട് കിടക്കേണ്ടി വരും. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. ഇങ്ങോട്ട് വീണാലും ആപത്താണ്, അതേപോലെ അവിടെ വീണാലും ആപത്താണ്. ഇവിടെ വെള്ളം കാണണില്ലല്ലോ. കാണുമ്പോൾ കണ്ട താമരയൊക്കെ അവിടെ ഉണ്ട്. ഒക്കെ പറ്റില്ല. ഇത് മുക്കട്ടെ ഫോണിനെ. ഇനി ആ 1, 2 ആ ഒരു കടന്ന് നമ്മൾ കടന്നു വന്നു. നോക്ക് സംഭവം 1, 2, 3 ഇവിടെ കഴിഞ്ഞ് ഇവിടെ നല്ല പോണം. അതാണ് മെയിൻ ടാസ്ക്. അയ്യോ, ഞങ്ങൾ വേറെ വഴി കൂടെ വരാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇവിടെ ഞാൻ പറയുന്ന സൗണ്ട് ഒട്ടും കേൾക്കുന്നുണ്ടാവില്ല. എന്തായാലും വോയിസ് ഓവർ ചെയ്യണം. എനിക്ക് വഴി ഉണ്ടാക്കുകയാണ്. ആ, ഇവിടെ കുഴപ്പമില്ല. അപ്പോ ഇത് ലോട്ടസ് ആണോ നിനക്ക്? ആ, ഇത് ലോട്ടസ് അല്ലേ? ലോട്ടസ് ഒന്നുമില്ല. പിന്നെ ഇത് സാധാ. ഇതല്ല മെൻഷൻ. ഇത് ലോട്ടസ്. കൊണ്ടുപോയാലോ വീട്ടിലോട്ട്? വാവ്.
അതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1, 2, 3 ഇത് 3 കടന്ന് വരുമ്പോഴേക്കും അവിടെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അറ്റെത്തുമ്പോൾ ഒഴുക്ക് ഇത്തിരി കുറവായിരുന്നു. ഞാൻ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വന്നതാണ് ആദ്യമായിട്ട്. സ്റ്റാറ്റസിന് വീഡിയോ ഞങ്ങളിപ്പോൾ വന്ന വഴിയല്ല പോണത്, അത് ആ വഴി കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് മൈലേജ് വലിച്ചു വരായിരുന്നു. ഇറ്റ്സ് ഓക്കെ. മൈലേജ് വേണം പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വന്ന വഴിയല്ല, ഇത് വേറെ വഴിയാണ്. വേറെ വഴി കൂടിയാണ് പോണത്. അമ്മേ മൊത്തം കാട്. മഴ പെയ്തത് കാരണം വഴി മൊത്തം മാടൊക്കെ ചവിട്ടി മൊത്തം ചളിയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. ഇവിടുത്തെ സ്ഥലം പുഴയിൽ കടന്നിട്ട് വേണം പോകണം എന്നുണ്ട് വെച്ചാൽ അവിടെ ആഴം ഉണ്ടാവുമെന്നാണ് പറയണത്. അറിയില്ല, പോയി നോക്കാം. ഇരുമഞ്ഞൂരാണ് പോണ വഴി. ഇതിൻ്റെ മെയിൻ ടാസ്ക് എവിടെയെന്ന് വെച്ചതാ അവിടെ കണ്ടോ ഡാം. അത്രയ്ക്ക് ആഴമൊന്നുമില്ല. വാ, ഞാൻ ഫസ്റ്റ് പോകണം. നല്ല ക്ലിയർ വാട്ടറാണ് ഗായ്സ് ഇവിടുത്തെ. കാണുന്നുണ്ടോ നിങ്ങളാ ഭംഗി? വാ, കണ്ടോ പോണ വഴി. മീന് കുളിക്കാ, നീന്തി പോട്ടെ ഞാൻ അങ്ങോട്ട്. വാവ്, ഇവിടെ നല്ല വെള്ളം, നല്ല ആഴം ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, മൊട്ടിന്റെ മേലെ കയറുന്നുണ്ട്. ഞാനെപ്പോഴല്ലേ വന്നത് എനിക്കറിയോ. ഞാനൊക്കെ അഡ്വഞ്ചർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്ക് പുഴയിൽ കുളിക്കണം. ഈ ഒരു സ്ഥലങ്ങൾ നല്ല രസമില്ല. ഇനിയിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീർക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗായ്സ്.